ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നല്ലോണം തന്നെ ചൂടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നോമ്പൊക്കെ വരാനായതുകൊണ്ട് ഞാൻ നോമ്പിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്, ചെറിയൊരു ഒരുക്കം. അപ്പോൾ അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും തന്നെ അവസാനം വരെ കണ്ടുനോക്കണം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. കുറേ ദിവസമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതാ ഞാൻ ചിക്കന് കുറച്ച് എല്ലൊന്നുമില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് നോമ്പിന് പെട്ടെന്ന് തന്നെ കടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം നമുക്ക് അടുക്കളയിൽ ചിലവഴിക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടീസ്പൂണ് വിനീഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതൊരു സിപ്ലോ കവറിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിപ്ലോ കവറിലാക്കി എടുക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്ഥലം കുറവായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നിയുണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ എല്ലാം തന്നെ നമുക്ക് ഫ്രീസറിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് ഒരുപാട് ജോലി എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നോമ്പിന് കൂടുതൽ സമയം നമ്മൾ അടുക്കളയിൽ ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനതൊരു സിപ്ലോ കവറിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇത് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ സിപ്ലോ കവറിലാക്കി വെക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോമോസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മസാല ഒന്നുമില്ലാതെ ചിക്കൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ സിപ്ലോ കവറിലാക്കി എടുക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല ആക്കിയതൊന്നും നമുക്ക് വെള്ളത്തിലിട്ടേക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ കവറോട് കൂടിയിട്ട് തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിലൊന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസൊക്കെ പോയി കിട്ടും, വെള്ളം അതിൻ്റെ ഉള്ളിലേക്കോട്ട് ആവും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് ചിക്കന് കുരുമുളകും ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് പിച്ചിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് സിപ്ലോ കവറിലാക്കിയിട്ട് തന്നെ മാറ്റി വെക്കാം. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നമുക്ക് പണികളൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. സമോസ അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. മസാലയും നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം. അപ്പോൾ ചിക്കൻ ഞാനൊരു 2-3 ടൈപ്പ് ആക്കി വെക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോമ്പിന് വേണ്ടിയിട്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സ്നാക്ക് കൂടി ഉണ്ടാക്കിയത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പച്ചച്ചൊവ്വ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സാധാരണ ഓരോരുത്തരും എങ്ങനെയാണോ മസാല ഉണ്ടാക്കിയെടുക്കാറെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സ്വല്പം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാല, ഇത്തിരി ഗരം മസാല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചച്ചൊവ്വ മാറി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായതാട്ടോ. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ടില്ല കേട്ടോ, ചിക്കനും കൂടി ഇട്ടിട്ട് വേണം മാറ്റി വെക്കാൻ. ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് ലാസ്റ്റാണ് ചിക്കൻ്റെ ഓർമ്മ വന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കന് ഉപ്പിട്ടിട്ട് കുരുമുളക് ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടി ഉപ്പിട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സോസ് പാനിലേക്ക് ഞാൻ 2 സവാള കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പച്ചച്ചൊവ്വ മാറണ വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ഞാനിതിൽ ചേർക്കണില്ല കേട്ടോ.
ഇത് മസാല കൂടുതലില്ലാതെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഞാൻ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒരിത്തിരി കോൺഫ്ലവറോ മൈദ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് മസാലകളൊന്നും ആവശ്യമില്ല വേണ്ട തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല വെച്ചിട്ട് നമുക്ക് സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ബട്ടറും ചേർക്കാം കേട്ടോ. ഞാൻ ബട്ടറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൽ ലാസ്റ്റ് ഞാനൊരു ഇത്തിരി ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു മസാല വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പല സ്നാക്കുകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഒറിഗാനോ അവസാനം ഒരു ഇത്തിരി ഇട്ടിട്ടാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യണത്. രണ്ടും തണുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ സമൂസ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഞാനിതാ ബ്രെഡ് കുറച്ച് മൈദയും ഒരു കോഴിമുട്ടയും നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരു ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതിലൊന്ന് ബ്രെഡ് മുക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ രണ്ട് മസാല മാറി മാറി വെച്ചിട്ട് നല്ല ഇഷ്ടമുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മസാല ഇല്ലാത്ത ഇതുണ്ടല്ലോ, മുളക് പൊടിയൊന്നും ഇടാത്ത മസാല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ബോൾ ഷേപ്പിലും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മസാല വെച്ചിട്ട് ഞാൻ കുറച്ചൊരു നീളത്തിലുള്ള ഷേപ്പിലും ആണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും രണ്ടും ചേർത്ത് പൊരിക്കാമല്ലോ. രണ്ടും ഓരോന്ന് രണ്ടും അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം. സമൂസയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഈ മൈദക്കൂട്ടിൽ തന്നെ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ഇട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇനി ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോക്സിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും കവറുകൾ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ പേപ്പർ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. താങ്ക് യു.